തേർഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ് ഗോസ് ലെമ്മ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്ത് അയക്കുന്നത്. പിന്നീട് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്തായാലും ക്ലിയർ ചെയ്യുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഗോസ് ലെമ്മ എന്തിനാണെന്നുള്ളത് ആദ്യം പറയാം. നമ്മൾ ലെജൻഡറി ലെജൻഡറി എന്നല്ല പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങനെ ഇപ്പോൾ തൽക്കാലം പറയാം. ലെജൻഡറി സിമ്പിൾ N/P, നമ്മൾ N/P എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. N/P കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഓയിലേഴ്സ് ക്രൈറ്റീരിയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, n⁻p−1/2 ചെയ്താൽ മതി എന്നുള്ളത്. പക്ഷേ ലാർജ് എന്നും പിന്നെ അതിൻ്റെ ഒരു പവർ p−1/2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമുല, സിമ്പിൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഗോസ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഗോസ് ലെമ്മ. ഡയറക്റ്റായിട്ട് തിയറത്തിലേക്ക് പോവാം. ഗോസ് ലെമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആക്കി പോവാം. ലാസ്റ്റ് നമ്മൾ പറയുന്നതാണ്, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഈ ലെജൻഡറി സിമ്പിൾ N/P ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ -1/m ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം m എന്താണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരമായല്ലോ. മറ്റേ നമ്മൾ n⁻p−1/2 ഒക്കെ ആണ്, വെറുതെ -1/m. അപ്പോൾ ആ m എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, നോർമലി പറയുന്ന പോലത്തെ n നോട്ട് കോൺഗ്രുവൻ്റ് 0 മോഡ് p അതൊക്കെ നമ്മുടെ ലെജൻഡറി സിമ്പിളിൻ്റെ ഡെഫിനിഷനിലുള്ളതാണ്. ഓക്കെ, കൺസിഡർ ദ ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് മോഡ് p ഓഫ് ദ ഫോളോയിങ് p−1/2 മൾട്ടിപ്പിൾസ് ഓഫ് n. ഒന്നുമില്ല, നിങ്ങൾ n നിങ്ങൾക്ക് ഓൾറെഡി കയ്യിലുണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്ന് കരുതുക. n 2n 3n അങ്ങനെ p−1/2n വരെ. ഓക്കെ, ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെഡ് പിയിലുള്ള ആൾക്കാരാക്കി മാറ്റതിന്. ഓക്കെ, ഇത്ര മനസ്സിലാക്കിയാൽ മതി. അതിൽ സെഡ് പിയിലുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ p−1 വരെയാണ് ഉണ്ടാവുക. അപ്പോൾ p/2ൻ്റെ മുകളിലുള്ള എത്ര ആൾക്കാരുണ്ടോ ഇതിൽ p−1/2 മൾട്ടിപ്പിൾസ് ഉണ്ട്. ഓക്കെ, അതിൽ p/2ൻ്റെ മുകളിലുള്ള എത്ര പേരുണ്ടോ അതാണ്, ആ കൗണ്ടാണ് m ഡിനോട്ട്സ് നമ്പർ ഓഫ് ദീസ് റെസിഡ്യൂസ് വിച്ച് എക്സീഡ് p/2. ZP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 2 3 അങ്ങനെ p−1 വരെ ഉണ്ടാവും. അതിൽ നമ്മൾ ഈ മൾട്ടിപ്പിൾസിനൊക്കെ മോഡുലോ p ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ZPൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ്, ഓക്കെ, അതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ എണ്ണം p/2ൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ ആ എത്ര എണ്ണം p/2ൻ്റെ മുകളിൽ വന്നിട്ടുണ്ടോ ആ എണ്ണമാണ് m. ഇനി പ്രൂഫിലേക്ക് പോവാം. ഓക്കെ, പ്രൂഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾ വലിച്ചു വരെ എഴുതണം എന്നില്ല. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് n നോട്ട് കോൺഗ്രുവൻ്റ് 0 മോഡ് p ആയിട്ടുള്ള n p ആണ്. നോട്ട് കോൺഗ്രുവൻ്റ് 0 മോഡ് p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p ഡസ് നോട്ട് ഡിവൈഡ്സ് n അല്ലേ. n ഡിവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ p ഒരു പ്രൈമും കൂടെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളിതൊക്കെ മുമ്പ് പറഞ്ഞാൽ റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും p യും n. GCD 1 ആയിരിക്കും, p പ്രൈം ആണല്ലോ. അപ്പോൾ p n ഡിവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ GCD 1 ആവാനേ നിർത്തിയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾസ് ഉണ്ടല്ലോ, n 2n 3n അങ്ങനെ p−1/2n, അതായത് p−1/2 മൾട്ടിപ്പിൾസ് 1n 2n 3n അങ്ങനെ ഇതൊക്കെ ഇൻകോൺഗ്രുവൻ്റ് മോഡ് p, അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ മോഡലോ p കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ p−1/2 ഡിസ്റ്റിങ്ക്റ്റ് ആൾക്കാരെ ആവണം നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ആവണം നമുക്ക് കിട്ടുന്നത്. അത് ക്ലെയിം ചെയ്യണം. നമുക്കത് ഡിസ്റ്റിങ്ക്റ്റ് ആൾക്കാരാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സപ്പോസ് അല്ല, ഏതോ 1-2 സെയിം ആയി വരുന്നു എന്ന് കരുതി നോക്കാം. ഇഫ് പോസിബിൾ സപ്പോസ് ദർ എക്സിസ്റ്റ്, ഇതിനകത്തുള്ള 1n 2n 3n അങ്ങനെ p−1/2n ആണല്ലോ. അപ്പോൾ ഇതിനകത്തുള്ള ഏതോ 2 പേരുടെ മൾട്ടിപ്പിൾ കെയും എല്ലും നമ്മളിത് 2 എടുത്തു, വേണമെങ്കിൽ k 2 ആയിട്ടും l 3 ആയിട്ടും ഒക്കെ എടുക്കാം. ഇതിനകത്ത് ഏതോ 2 kn-ഉം ln-ഉം കണ്ടപ്പോൾ കോൺഗ്രുവൻ്റ് ആയി വരുന്നുണ്ട് നമ്മൾ അസ്യൂം ചെയ്ത് നോക്കാം. ഓക്കെ, k നോട്ട് ഈക്വൽ 2 ഡിസ്റ്റിങ്ക്റ്റ് ആൾക്കാരെടുത്തിട്ട് kn-ഉം ln-ഉം കണ്ടുപിടിച്ചപ്പോൾ കോൺഗ്രുവൻ്റ് ആയി വരുന്നത് നമുക്ക് അസ്യൂം ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞു p/n GCD 1 ആണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, p/n GCD 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം എലമെൻറ്റ്സ് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, p ഇവിടെ ഉള്ളതുകൊണ്ട് അതിനോട് റിലേറ്റീവ്ലി പ്രൈം ആണെന്നുണ്ടെങ്കിൽ n ക്യാൻസൽ ചെയ്ത് കളയാം. k കോൺഗ്രുവൻ്റ് l മോഡ് p എന്ന് കിട്ടും. നമ്മളെടുത്തത് kയും l ഡിസ്റ്റിങ്ക്റ്റ് ആൾക്കാരാണ്. മോഡുലോ p വെച്ച് നോക്കുമ്പോൾ നമുക്ക് kയും l ഈക്വൽ ആണ് അല്ലെങ്കിൽ സെയിം ആണെന്ന് വന്നിട്ടുണ്ട്, വിച്ച് കോൺട്രഡിക്ട്സ്. ഓക്കെ, അപ്പോൾ എന്ത് പറയാം, അങ്ങനെ 2 സെയിം ആയിട്ട് കിട്ടില്ല. അതായത് ഈ p−1/2 മൾട്ടിപ്പിൾസ് ഉണ്ടല്ലോ അവരൊക്കെ ഇൻകോൺഗ്രുവൻ്റ് ആണ് അഥവാ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. n 2n 3n അങ്ങനെ p−1/2n ആർ ഇൻകോൺഗ്രുവൻ്റ് ഡിസ്റ്റിങ്ക്റ്റ്, സിമ്പിളായിട്ട് അങ്ങനെ പറയാം. അതിന് സ്റ്റാർ എന്ന് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇനി വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്യണം.
ഇനി ഈ സ്റ്റെപ്പ് എഴുതണം നിർബന്ധമൊന്നുമില്ല എക്സാമിന് പ്രൂഫിൽ. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ P-1/2 ആൾക്കാരുണ്ടല്ലോ, അവരെ നമ്മൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിട്ട് മാറ്റാൻ പോവുക. ഓക്കെ, കോമൺ എലമെൻറ്റ്സ് ഇല്ലാത്ത രീതിയിൽ. എന്താണ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ P/2 മുമ്പ് വരുന്നതും P/2 കൂടുതൽ വരുന്നതും, അതായത് P/2 കുറവ് വരുന്നത് എയിൽ എഴുതും, P/2 കൂടുതൽ വരുന്നത്, ഓക്കെ, ഇത് മോഡുലോ പി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ, ആ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ P/2 കുറവായിരിക്കുകയാണ് വരുന്നത്, അത് നമ്മൾ എയിൽ എഴുതും. P/2 കൂടുതൽ വരുന്നവർ ബിയിലും എഴുതും. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ കാണിച്ചു തരാം. എ എന്ന സെറ്റിൽ വരുന്ന എലമെൻറ്റ്സ് A1 A2 AK ആണ്. എന്താ അവരുടെ പ്രത്യേകത? ആ A1 A2 AK എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ മൾട്ടിപ്പിളാണ്. നമ്മുടെ കയ്യിലുള്ളതൊക്കെ മൾട്ടിപ്പിൾസാണ് കേട്ടോ, എന്നിൻ്റെ മൾട്ടിപ്പിൾസാണ്. അപ്പോൾ ഓരോ എകളും എന്നിൻ്റെ മൾട്ടിപ്പിൾസാണ്. മാത്രമല്ല ആ എൻ്റെയൊക്കെ വാല്യൂ ലെസ് ദാൻ P/2 ആണ്. ഓക്കെ, P/2 കുറവുള്ളവരാണ് കേട്ടോ എയിൽ എഴുതുന്നത്. ഇനി നമ്മൾ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞല്ലോ, കുറേ മൾട്ടിപ്പിൾസ് അല്ല, 1 × n 2 × n 3 × n അങ്ങനെ P-1/2 n വരെയാണ് എടുക്കുന്നത്. ഓക്കെ, ടിക്ക് കൊടുക്കാവുന്ന വാല്യൂ P-1/2 വരെയാണ്. നമ്മളങ്ങനെ മൾട്ടിപ്പിൾസ് കണ്ടുകൊണ്ടിരിക്കും. അതിൽ തന്നെ എല്ലാ മൾട്ടിപ്പിൾസും നമ്മൾ എടുക്കില്ല, ആ വാല്യൂ ലെസ് ദാൻ P/2 ആവണം, P/2 കുറവാവുന്ന രീതിയിൽ. ഓക്കെ, നമ്മൾ P-1/2 വരെ വാല്യൂസ് ടി അപ്ലൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അത് മോഡുലോ പി അപ്ലൈ ചെയ്യുക, എന്നിട്ട് ലെസ് ദാൻ P/2 വരുന്നുണ്ടെങ്കിൽ നമുക്ക് എയിൽ ഉൾപ്പെടുത്താം. അങ്ങനെയാണ് എ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, P/2 കുറവുള്ള മൾട്ടിപ്പിൾസ്. ഓക്കെ, ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഇതേപോലെ തന്നെ 1 മുതൽ P-1/2 വരെയുള്ള അത് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾസ് കാണാം, 1n 2n അങ്ങനെ P-1/2 അതിൻ്റെ മോഡുലോ പി കാണാം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ P/2 ആണെങ്കിൽ, P/2 കൂടുതലാണ്, P-നേക്കാൾ കുറവായിരിക്കും, എന്തായാലും നമുക്ക് P-1 അല്ലേ മാക്സിമം, P/2 കൂടുതലാണെന്നുണ്ടെങ്കിൽ ബി ഐയിൽ എഴുതാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന സെറ്റിൽ എഴുതാം. ഇതിൽ P/2 കൂടുതലുള്ള നമ്പേഴ്സാണ് കേട്ടോ ബിയിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിയോ, ഞാൻ M ആണ് എടുത്തിട്ടുള്ളത്, ഈ M ആണ് ലാസ്റ്റ് വരിക. ശരി, അപ്പോൾ എ എന്ന സെറ്റും ബി എന്ന സെറ്റും ഡിഫൈൻ ചെയ്യാന്നുള്ളതായിരുന്നു അടുത്ത സ്റ്റെപ്പ്, അത് നമ്മൾ ചെയ്തു വെച്ചു. ഇനി നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, എയും ബിയിലും എല്ലാ മൾട്ടിപ്പിൾസും ഉണ്ടാവും, ഈ P-1/2 മൾട്ടിപ്പിൾസും ഉണ്ടായിരിക്കും. ഓക്കെ, കാരണം സിമ്പിളാണ്, P/2 കുറവുള്ളവരൊക്കെ എയിൽ വരും, P/2 കൂടുതലുള്ളവരൊക്കെ ബിയിലും വരും, അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടാവും. ഓക്കെ, ആ P-1/2 മൾട്ടിപ്പിൾസും എയിലും ബിയിലും ആയിട്ട് ഉണ്ടായിരിക്കും. അതായത് A യൂണിയൻ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് എഴുതിയില്ലേ P-1/2 മൾട്ടിപ്പിൾസ്, അവരെല്ലാവരും A യൂണിയൻ ബിക്കകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡിസ്ജോയിൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു, കാരണം P/2 കുറവുള്ളവർ എയിൽ, P/2 കൂടുതലുള്ളവർ ബിയിൽ, അപ്പോൾ പിന്നെ എന്തായാലും ഡിസ്റ്റോയിൻ്റ് ആവുമല്ലോ. അപ്പോൾ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും കാർഡിനാലിറ്റി ആഡ് ചെയ്യുക, രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ M+K എല്ലാവരെയും കവർ ചെയ്യുന്നതുകൊണ്ട് മൊത്തം P-1/2 ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും കാർഡിനാലിറ്റി ഓഫ് എ പ്ലസ് കാർഡിനാലിറ്റി ഓഫ് ബി ഈക്വൽ ടു P-1/2, ഇത് നമുക്ക് പിന്നെ ഒരിടത്ത് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ M+K ഈക്വൽ ടു P-1/2. എയിലും ബിയിലും കൂടെ ആയിട്ട് എല്ലാ മൾട്ടിപ്പിൾസും ഉണ്ടാവും, അതുകൊണ്ടാണ് P-1/2 കൊടുത്തത്. ഓക്കെ, ഇതൊന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല. ശരി, ഇനി നമ്മൾ എയും ബിയും ഉണ്ടാക്കി ഒരു പുതിയ സെറ്റും കൂടെ ഫോം ചെയ്യാൻ പോവാം. ഫോം എ ന്യൂ സെറ്റ് സി. അതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമല്ല, അതിനകത്ത് M എലമെൻറ്റ്സ് ഉണ്ടാവുക. ചെയ്യണത്രയേ ഉള്ളൂ, BI എന്ന് പറഞ്ഞൊരു സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, അല്ലെ B എന്ന് പറഞ്ഞൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, B1 B2 BM നമ്മൾ P-B1 കാണുക, P-B2 കാണുക, P-BM കാണുക, അതായത് പുതിയ M എലമെൻറ്റ്സ് നമുക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ സി ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ BIനെയും പിയിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് സി എന്ന സെറ്റ് C1 C2 CM ആണെന്നുണ്ടെങ്കിൽ ഓരോ CIകളും P-BIകളായിരിക്കും. BI എന്ന ബിയിലെ എലമെൻറ്റ്സിനെയൊക്കെ നമ്മൾ പിയിൽ നിന്നും സബ്ട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് C1 C2 CM എന്ന് പറഞ്ഞിട്ട് പുതിയ M ആൾക്കാർ കിട്ടും. ഓക്കെ, ചിലപ്പോൾ അതിൽ മറ്റേത് എലമെൻറ്റ്സ് വരാം, എന്തായാലും സി എന്ന സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ്. ഇനി നമുക്കറിയാം ബിയിലത്തെ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ, P/2 P-ൻ്റെയും ഇടയ്ക്കാണ് അല്ലേ, നമ്മളിവിടെ അത് യൂസ് ചെയ്യുന്നുണ്ട്, P/2 P-ൻ്റെയും ഇടയ്ക്കല്ലേ. അപ്പോൾ നമുക്ക് സിത്തെ എലമെൻറ്റ്സ് എങ്ങനെ വാല്യൂസ് നോക്കി നോക്കാം. P/2 P-ൻ്റെയും ഇടയ്ക്കാണ് BIകൾ. അപ്പോൾ -BI ആക്കി കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ആക്കണമെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ ഇനീക്വാലിറ്റി തലതിരിയും, -P/2 ഗ്രേറ്റർ ദാൻ -BI ഗ്രേറ്റർ ദാൻ -P എന്ന് വരും. ഇനി CI ആക്കണമെന്നുണ്ടെങ്കിൽ P-BI വരുത്തുന്നുണ്ട്, അപ്പോൾ ത്രൂ ഔട്ട് P ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നെഗറ്റീവ് എടുത്തു, ഇവിടെ P ആഡ് ചെയ്തു,
എല്ലാവർക്കും പി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പി മൈനസ് ബി ഐ നമുക്ക് സെൻറ്ററിൽ വരുത്താമല്ലോ, സി ഐ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പി മൈനസ് ബി ബൈ ടു ഗ്രേറ്റർ ദാൻ പി മൈനസ് ബി ഐ ഗ്രേറ്റർ ദാൻ പി മൈനസ് പി എന്ന് വരും. പി മൈനസ് ബി ബൈ ടു, പിയിൽ നിന്ന് പി ബൈ ടു കുറച്ച് കഴിഞ്ഞാൽ ഇത് പി ബൈ ടു ആവും, ഇത് സി ഐ ആവും, ഗ്രേറ്റർ ദാൻ 0 പറയാലോ. അതായത് സി ഐൻ്റെ വാല്യൂ 0ൻ്റെയും പി ബൈ ടുവിൻ്റെയും ഇടയ്ക്കായിരിക്കും. ഇതിലത്തെ ഓരോ വാല്യൂസും 0ൻ്റെയും പി ബൈ ടുവിൻ്റെയും ഇടയ്ക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ നമുക്കത് പറയാം. സീറോ ലെസ് ദാൻ സി ഐ ലെസ് ദാൻ പി ബൈ ടു. ഓക്കെ, പി ബൈ ടുവിനേക്കാൾ കുറവാണ് ഓരോ സി ഐകളും. സിമ്പിളായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. ഇനി അടുത്ത ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എയും ബിയും ഒക്കെ ആദ്യം ഡിഫൈൻ ചെയ്തു, പിന്നെ സി എന്ന് പറഞ്ഞിട്ട് ബിയിലത്തെ എലമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ സി ഡിഫൈൻ ചെയ്തത്. മാത്രമല്ല എയിലത്തെ വാല്യൂസ് 0 മുതൽ പൈ ബൈ ടു വരെയായിരുന്നു അല്ലേ. അതേപോലെ സിത്തെ വാല്യൂസും 0 മുതൽ പൈ ബൈ ടു വരെയാണ്. അപ്പോൾ സെയിം എലമെൻറ്റ്സ് വരാൻ ചാൻസ് ഇല്ലേ? ഓക്കെ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെക്ക് ചെയ്യാം, എയും സിയും ഡിസ്ജോയിൻ്റ് ആണോ അല്ലേന്നല്ല, എയും സിയും ഡിസ്ജോയിൻ്റ് ആണ്. അതാണ് നമ്മുടെ അടുത്ത ക്ലെയിം. എയും സിയും ഡിസ്ജോയിൻ്റ് ആണ് എന്ന് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോവുക. ഓക്കെ, സപ്പോസ് അവിടെയും കോൺട്രഡിക്ഷൻ മെത്തേഡാണ്, ഡിസ്ജോയിൻ്റ് അല്ല, എം ടി അല്ല ഇൻ്റർസെക്ഷൻ എന്ന് അസ്യൂം ചെയ്ത് നിർത്തുക. അതിൻ്റെ മീനിങ് എന്താ? സിയിലൊരു ദർ ഇസ് സം സി ഐ ഇൻ സി സച്ച് ദാറ്റ് സി ഐ ഈക്വൽ ടു എ ജെ മോഡ് പി ഫോർ സം, കാരണം അത് മോഡിൽ വെച്ചിട്ടല്ല എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സിയിലത്തെ ഒരു സി ഐയും എയിലത്തെ ഒരു എ ജെയും കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഈക്വൽ ആണെന്നുള്ള ഇത് നമുക്ക് മോഡിൽ വെച്ചിട്ട് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ സിയിലത്തെ ഒരു സി ഐയും എയിലത്തെ ഒരു എ ജെയും കോൺഗ്രുവൻ്റ് ആയിരിക്കും എം ടി അല്ല എന്നുണ്ടെങ്കിൽ. സി ഐ ഈക്വൽ ടു എ ജെ, സി ഐൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് പി മൈനസ് ബി ഐ ആണ് അല്ലേ, കോൺഗ്രുവൻ്റ് ടു എ ജെ മോഡ് പി. അപ്പോൾ നമുക്ക് ഈ മൈനസ് ബിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? പി കോൺഗ്രുവൻ്റ് ടു എ ജെ പ്ലസ് ബി ഐ മോഡ് പി. ഓക്കെ, ഇനി എ ജെ, എടാ ഇത് മോഡിലോ പി ആണ്, അതായത് പീൻ്റെ മൾട്ടിപ്പിൾസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 0 ആണെന്നാണ്. അപ്പോൾ നമുക്ക് ഈ പീനെ 0 ആക്കി മാറ്റാം. 0 കോൺഗ്രുവൻ്റ് ടു എ ജെ ഡിഫൈൻ ചെയ്തിട്ടുള്ള എന്താ? എ ജെ പറഞ്ഞ സെറ്റിൽ അതെ ടി എൻ മോഡ് പി, അതായത് എന്നിൻ്റെ ടി ഇൻറ്റു എൻ എന്നുള്ള ഫോമാറ്റിലായിരുന്നു. ടി എൻ പ്ലസ് അതുപോലെ ബി ഐകൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള എസ് എൻ എന്നുള്ള ഫോമാറ്റിൽ, അതും എന്നിൻ്റെ മൾട്ടിപ്പിൾസാണ്. ബി ഐകൾ എ ജെകളും എന്നിൻ്റെ മൾട്ടിപ്പിൾസാണ്, അത്രയേ ഉള്ളൂ. ഫോർ സം ടി ആൻഡ് എസ്. ഓക്കെ, എത്തെ എലമെൻറ്റ്സ് ഒക്കെ ടി എൻ ഫോമാറ്റിൽ, ബിത്തെ എലമെൻറ്റ്സ് ഒക്കെ എസ് എൻ ഫോമാറ്റിൽ. ഇനി അത് നമുക്ക് ടിയും എസ്സോടെ നിർത്തിയിട്ട് എൻ പുറത്തേക്ക് എടുക്കാം. ടി പ്ലസ് എസ് ഇൻറ്റു എൻ മോഡ് പി എന്ന് എഴുതാം. ഇതിൻ്റെ മീനിങ് എന്താ? 0 കോൺഗ്രുവൻ്റ് ടി പ്ലസ് എസ് എൻ മോഡ് പി എന്ന് വരണമെന്നുണ്ടെങ്കിൽ ഇത് പീൻ്റെ മൾട്ടിപ്പിൾ ആവണ്ടേ, അല്ലെങ്കിൽ പി ഡിവൈഡ്സ് ടി പ്ലസ് എസ് ഇൻറ്റു എൻ എന്ന് പറഞ്ഞൂടെ, എന്നാലല്ലേ 0 വരുള്ളൂ. ഓക്കെ, എടാ 0 കോൺഗ്രുവൻ്റ് ടു 20 മോഡ് 5 അല്ലേ, കാരണം എന്താ? 5ൻ്റെ മൾട്ടിപ്പിൾ ആണ് 20. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പി ഡിവൈഡ്സ് ടി പ്ലസ് എസ് എൻ ഇൻറ്റു എൻ അല്ലേ. പി ഡിവൈഡ്സ് എ ബൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പി ഡിവൈഡ്സ് എ അല്ലെങ്കിൽ പി ഡിവൈഡ്സ് ബി. അത് വെച്ച് നമുക്ക് എന്ത് പറയാം? ഐദർ പി ഡിവൈഡ്സ് ടി പ്ലസ് എസ് ഓർ പി ഡിവൈഡ്സ് എൻ. പക്ഷേ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എൻ എന്ന് അല്ലേ. പി എന്നിനെ ഡിവൈഡ് ചെയ്യില്ല നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പി ഡിവൈഡ്സ് ടി പ്ലസ് എസ്സേ വരുള്ളൂ, ഇതിനെ പോസിബിലിറ്റി ഉള്ളൂ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ടി പ്ലസ് എസ് ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ടി പ്ലസ് എസ് പറഞ്ഞു കഴിഞ്ഞാൽ ടീൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്മൾ മൾട്ടിപ്പിൾസ് അല്ലേ എടുക്കുക. അതിൽ ടി ആയിട്ട് എടുക്കുന്നത് പി മൈനസ് 1/2 വരെയായിരുന്നു, അതുപോലെ എസ്സും പി മൈനസ് 1/2 വരെയായിരുന്നു. അപ്പോൾ ടി പ്ലസ് എസിൻ്റെ വാല്യൂ മാക്സിമം പോയി കഴിഞ്ഞാൽ പി മൈനസ് 1/2 പ്ലസ് പി മൈനസ് 1/2 ആയിരിക്കും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പി മൈനസ് 1 വരിക, വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ പി. അതായത് ടി പ്ലസ് എസിൻ്റെ വാല്യൂ ലെസ് ദാൻ പി ആ. പിന്നെ എങ്ങനെയാണ് അതിനെ പി ഡിവൈഡ് ചെയ്യണു? വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അതായത് ഇതും നടക്കില്ല, ഇതും നടക്കില്ല. അവിടെ തന്നെ കോൺട്രഡിക്ഷൻ കിട്ടി. അതായത് നമ്മുടെ അസംഷൻ ഉണ്ടല്ലോ ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു 5 എന്നുള്ളത്, അത് തെറ്റാണെന്നാണ് കൺക്ലൂഡ് ചെയ്തത്. ഓക്കെ, പി ഡിവൈഡ്സ് ടി പ്ലസ് എസ് എന്നുള്ളത് നടക്കില്ല. പി ഡസ് നോട്ട് ഡിവൈഡ്സ് ടി പ്ലസ് എസ് ആസ് ടി പ്ലസ് എസ് ലെസ് ദാൻ പി. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എ ആൻഡ് സി ആർ ഡിസ്ജോയിൻറ്റ്. ഓക്കെ, എയും സിയും ഡിസ്ജോയിൻ്റ് ആണ്. അതായത് എയുടെ വാല്യൂസും പി ബൈ ടുവിനേക്കാൾ കുറവാണ്, സിയിലത്തെ വാല്യൂസും പി ബൈ ടുവിനേക്കാൾ കുറവാണ്. മാത്രമല്ല അവർ ഡിസ്ജോയിൻറ്റും ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും എ യൂണിയൻ സിയിൽ ഇനി എത്ര ആൾക്കാരുണ്ടോയെന്ന് എഴുതി നോക്കാം. നമുക്കറിയാം +1 ലെവലിൽ പഠിച്ച ഇക്വേഷനാണ്. എ യൂണിയൻ സിൻ്റെ കാർഡിനാലിറ്റി ആണ് കാർഡിനാലിറ്റി ഓഫ് എ പ്ലസ് കാർഡിനാലിറ്റി ഓഫ് സി മൈനസ് ഇൻ്റർസെക്ഷൻ്റെ കാർഡിനാലിറ്റി അല്ലേ. ഇവിടെ ഇൻ്റർസെക്ഷൻ ഇല്ല, ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് അവിടെ 0 ആയിരിക്കും, വേണമെങ്കിൽ -0 നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് കാർഡിനാലിറ്റി ഓഫ് എ പ്ലസ് കാർഡിനാലിറ്റി ഓഫ് സി. നമുക്ക് സി എന്ന സെറ്റ് ക്രിയേറ്റ് ചെയ്ത് ബി എന്ന സെറ്റിലത്തെ എലമെൻറ്റ്സ് ഓരോന്നും വെച്ചിട്ടല്ലേ. ഓക്കെ, അപ്പോൾ
ഓരോ ബി ഐക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സി ഐ ഉണ്ടാവുമല്ലോ. എടാ കാർഡിനാലിറ്റി ഓഫ് സിയും കാർഡിനാലിറ്റി ഓഫ് ബിയും സെയിം ആയിരിക്കുന്നത്. കാരണം ബിയിലത്തെ ഓരോ എലമെൻറ്റ്സ് വെച്ചിട്ടാണ് സിയിലത്തെ ഓരോ എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് എ പ്ലസ് കാർഡിനാലിറ്റി ഓഫ് ബി എന്ന് എഴുതാമല്ലോ. ഇത് നമ്മൾ ഓൾറെഡി P-1/2 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അതെ ഇക്വേഷൻ നമ്പർ 1 ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡിനാലിറ്റി ഓഫ് എ യൂണിയൻ സി P-1/2 എന്ന് കിട്ടി. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കാം. എ ഐകളുടെ, അതായത് എയിലത്തെ എ ഐകളുടെ വാല്യൂ ലെസ് ദാൻ P/2 ആണ്. സി ഐകളുടെ വാല്യൂ ലെസ് ദാൻ P/2 ആണ്. ഓക്കെ, രണ്ടും കൂടെ എത്ര എണ്ണം ഉണ്ട് നോക്കിയപ്പോൾ P-1/2 ആൾക്കാരും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇതാണ് 1 മുതൽ P വരെയുള്ള നമ്പേഴ്സ് എന്ന് കരുതാം. ഇപ്പോൾ P-1 തൊട്ട് മുന്നുണ്ടായിരിക്കും. P/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിലുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, പക്ഷേ അത് ഫ്രാക്ഷൻ ആയിരിക്കും, ഉറപ്പാണ്. ഇത് P എന്ന് പറഞ്ഞാൽ ഓഡ് പ്രൈം അല്ലേ. അപ്പോൾ P/2ൻ്റെ തൊട്ട് മുന്നുള്ള നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P-1/2 ആയിരിക്കും. തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P+1/2 ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ P-1/2 ആൾക്കാരുണ്ടാവും. ഇത് ഫ്രാക്ഷനാണ്. ഇവിടെ അതെ P-1/2 ആൾക്കാരുണ്ടാവും അല്ലേ. അതായത് P/2ൻ്റെ മുമ്പേ എത്ര ആൾക്കാരുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ P-1/2 ആൾക്കാരുണ്ടാവും. ഓക്കെ, അത് കൂടുതൽ പറയണ്ടെന്ന് കരുതുന്നു. ശരി, അപ്പോൾ എയിലത്തെ ആൾക്കാരും P/2 കുറവാണ്, സിയിലത്തെ ആൾക്കാരും P/2 കുറവാണ്, എന്നാൽ ഡിസ്ജോയിൻറ്റുമാണ്, വെവ്വേറെ ആൾക്കാരുമാണ്. കൂട്ടിയപ്പോൾ P-1/2 ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ എ യൂണിയൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ P-1/2 വരെ എല്ലാവരും ഉണ്ടാവും. എയിലും സിയിലും പാടായിട്ട് മൊത്തം നോക്കുമ്പോഴേ. ഓക്കെ, കാരണം നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഒരു 10ന് താഴെയുള്ള എലമെൻറ്റ്സ് എഴുതണം. 10ന് താഴെയുള്ള അല്ലെങ്കിൽ 10ൻ്റെ താഴെയുള്ള നമ്പേഴ്സ് എഴുതണം. 2 സെറ്റ്സായിട്ട് 2 സെറ്റ്സിലത്തെയും എലമെൻറ്റ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടണം. അങ്ങനെ ഡിസ്ജോയിൻ്റ് ആയിട്ട് എഴുതുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 1 മുതൽ 10 വരെ നിങ്ങൾ എഴുതേണ്ടി വരും. അത്രേ എവിടെയും പറഞ്ഞുള്ളൂ. കാർഡിനാലിറ്റി ഓഫ് എ യൂണിയൻ സി നോക്കിയപ്പോൾ P-1/2 ആണ്. അപ്പോൾ P/2ന് താഴെയുള്ള എല്ലാവരെയും നിങ്ങൾ എഴുതിയേ പറ്റുള്ളൂ. അതായത് എ യൂണിയൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ P-1/2 വരെ ഉണ്ടായിരിക്കും. ശരി, ഓക്കെ, അതായത് എയിലത്തെ ആൾക്കാർ A1 A2 അങ്ങനെ AK വരെ, സിയിലത്തെ ആൾക്കാർ C1 C2 അങ്ങനെ CM വരെ. അതെല്ലാം കൂടെ എഴുതി കഴിഞ്ഞാൽ 1 2 3 അങ്ങനെ P-1/2 വരെ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് ഈ സെറ്റിലത്തെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കാൻ പോവാം. ഫോം ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ സി. നമ്മൾ ഇതിലത്തെ A1 × A2 × AK × C1 × C2 × CM പ്രൊഡക്റ്റ് കാണാൻ പോവാം. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആവുമല്ലോ. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. A1 × A2 × AK × C1 × C2 × CM ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഇതായിരിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ P-1/2 വരെ. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഓർഡർ നോക്കണ്ട. ഈ പ്രൊഡക്റ്റ് ഈക്വൽ ടു 1 × 2 × P-1/2, അതായത് P-1/2 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി ഇതിൽ ഈ C1 എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഡിഫൈൻ ചെയ്തത്? P-B1 ആണ്. C2 പറഞ്ഞാൽ P-B2 ആണ്. CM എന്ന് പറഞ്ഞാൽ P-BM ആണ്. അപ്പോൾ A1 × A2 × AK × P-B1 × P-B2 × P-BM ഈക്വൽ ടു P-1/2 ഫാക്ടോറിയൽ. കാരണം CI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P-BI ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. വേണമെങ്കിൽ അവിടെ എഴുതാം. ഇനി നമുക്കിത് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടേ ഇത്രയും ഇതുള്ളൂ കേട്ടോ. P-1/2 ഫാക്ടോറിയൽ ഇപ്പുറത്ത് എഴുതി, ഈ വലിയ പ്രൊഡക്റ്റ് അപ്പുറത്ത് എഴുതി, യൂസ് ചെയ്യാൻ എളുപ്പത്തിനാണ്. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ A1 A2 AK ഇതുവരെ ഈക്വൽ ടു ആയിരുന്നു കേട്ടോ. ഇനി ഞാൻ കോൺഗ്രുവൻ്റ് കൊടുക്കാൻ പോവുക. കാരണം ഈ P-B1 മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രുവൻ്റ് കൊടുക്കുന്നത്. ഇതുവരെ ഈക്വൽ ടു ആയിരുന്നു, ഞാൻ കോൺഗ്രുവൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മോഡ് P എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ സ്റ്റെപ്പിൽ മോഡ് P വാല്യൂ അങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ മോഡ് P എന്ന് കൊടുത്തു കഴിഞ്ഞാൽ P-B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും -B1 അല്ലേ. കോൺഗ്രുവൻ്റ് -B1 മോഡ് P അല്ലേടാ. അപ്പോൾ എനിക്ക് P-B1 മാറ്റിയിട്ട് വെറും -B1 എന്ന് എഴുതാമല്ലോ. കാരണം P എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് P. ഓക്കെ, P-B1 കോൺഗ്രുവൻ്റ് -B1 അല്ലേ. സോ P-B1 മാറ്റിയിട്ട് -B1 എഴുതാം, P-B2 മാറ്റിയിട്ട് -B2 എഴുതാം, P-BM മാറ്റിയിട്ട് -BM എഴുതാം, മോഡ് P. ഇങ്ങനെ എല്ലാ മൈനസും നമുക്ക് പുറത്തേക്ക് എടുക്കാം. എത്ര മൈനസ് ഉണ്ടാവും? -1 അത്രയും മൈനസ് ഉണ്ടായിരിക്കും. എല്ലാവരും മൈനസ് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? A1 × A2 × AK × B1 × B2 × BM മോഡ് P. ഓക്കെ, ഇങ്ങനെ വരുമല്ലോ. ഞാൻ ലെഫ്റ്റ് സൈഡ് ഒന്നും മാറ്റിയില്ല, അത് ഇങ്ങനെ റീഡ് ചെയ്യാതെ പോകുന്നു കേട്ടോ. ആ കോൺഗ്രുവൻസ് അവിടെ ഇട്ടുകൊണ്ട് പോവാം. ഇനി -1 ഇവിടെ നോക്കിയോടാ. A1 × A2 × AK × B1 × B2 × BM. ഇത് മൊത്തം എയിലത്തെ ആൾക്കാരാണ് അല്ലേ. ഇത് മൊത്തം എയിലുള്ളവരാണ്. ഇത് മൊത്തം
ബിയിലുള്ളവരാ. നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം എഴുതിയിരുന്നു, സ്റ്റാർ എന്ന ഇക്വേഷൻ്റെ അവിടെ ആയിട്ട് എയിലും ബിയിലുള്ളവരായിട്ട് കവേഴ്സ് ഓൾ P-1/2 മൾട്ടിപ്പിൾസ് ഓഫ് എൻ അല്ലേ. എയിലും ബിയിലുള്ളവരായിട്ട് നമ്മൾ ആദ്യം എഴുതിയ മൾട്ടിപ്പിൾസ് ഓഫ് എന്നിനെ കവർ ചെയ്യും നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ഇക്വേഷനിലോ മറ്റോ ആയിട്ട്. ഇക്വേഷൻ നമ്പർ അതെ എ ആൻഡ് ബി കവേഴ്സ് ഓൾ ദ P-1/2 മൾട്ടിപ്പിൾസ് ഓഫ് എൻ. അപ്പോൾ നമുക്ക് ആ മൾട്ടിപ്പിൾസ് ആണ് ഇതിലെന്തായാലും ആ P-1/2 മൾട്ടിപ്പിൾസ് ആണ് ഉണ്ടാവുക നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഓർഡർ നമുക്ക് അറിയേണ്ട കാര്യമില്ല, ആ മൾട്ടിപ്പിൾസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ n×2 n×P-1/2 എന്നോണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം എ യൂണിയൻ ബിയിലുള്ളത് എ യൂണിയൻ ബിയാണ് അല്ലേ. എ യൂണിയൻ ബിയിൽ P-1/2 മൾട്ടിപ്പിൾസ് ഉള്ളത് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്, മോഡ് പി. ഓക്കെ, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. n×2 n×P-1/2 എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ എന്നിനെ പുറത്തേക്ക് എടുക്കലായിരിക്കും. എന്നിനെ പുറത്തേക്ക് എടുത്തു, എന്നെ എത്ര ഉണ്ടാവും, 1 2 അങ്ങനെ P-1/2. അപ്പോൾ n⁻P-1/2 എന്നെ അത്രയും ടൈംസ് പുറത്തേക്ക് എടുക്കാം. ഉള്ളിൽ 1×2 P-1/2 വരണ്ട്. സോ മോഡ് പി. ഇനി നോക്കി നോക്കുക, ഇത് എന്ന് പറഞ്ഞാൽ എന്താ, P-1/2 ഫാക്ടോറിയലാണ്. നമ്മുടെ ആവശ്യം അതെ, ലെഫ്റ്റിലൊരു P-1/2 ഫാക്ടോറിയൽ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് കളയാം. പക്ഷേ ശ്രദ്ധിക്കുക, അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയുന്ന ആളുടെയും ഈ നമ്പറിൻ്റെയും GCD 1 ആയിരിക്കണം. ട്രിവിയലി 1 ആണ്, നമ്മൾ മുമ്പ് ഒരു തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ GCD 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, GCD ഓഫ് P-1/2 ഫാക്ടോറിയൽ ആൻഡ് P = 1 ആയതുകൊണ്ട്, കാരണം ഇതിനകത്ത് Pൻ്റെ ഒരു P വരില്ല, P-1/2 ഫാക്ടോറിയലിനകത്ത് P എന്നൊരു നമ്പർ വന്നാലേ GCD P ആവുള്ളൂ. അപ്പോൾ എന്തായാലും P വരാത്തതുകൊണ്ട് GCD 1 ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എഴുതാം. ലെഫ്റ്റ് സൈഡിൽ ക്യാൻസൽ ചെയ്താൽ പിന്നെ 1 വരുള്ളൂ, റൈറ്റ് സൈഡിൽ -1/m n⁻P-1/2 മോഡ് P എന്ന് വരും. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കാം. നമുക്കറിയാം A കോൺഗ്രുവൻ്റ് ടു B മോഡ് P എന്ന് എഴുതിയാലും B കോൺഗ്രുവൻ്റ് ടു A മോഡ് P എന്ന് എഴുതിയാലും സെയിം ആണ്. അപ്പോൾ നമ്മുടെ ഒരു എളുപ്പത്തിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, ഈ 1 അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. -1/m n⁻P-1/2 കോൺഗ്രുവൻ്റ് ടു 1 മോഡ് P എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അതെ നമുക്ക് വേണ്ട ഫോമാറ്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ -1/m കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാം. അവിടെ അത് GCD 1 എന്നുള്ള കൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. എന്തായാലും -1/m കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ -1/m ഓൾറെഡി ഉണ്ട്. അപ്പോൾ -1/m -1/2m ആവും. ഇവിടെ -1/m ജസ്റ്റ് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. മൾട്ടിപ്ലൈ എന്നാണ് കേട്ടോ, ഞാൻ ആഡ് എന്ന് പറഞ്ഞെങ്കിൽ സോറി. -1/m മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ -1/2m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ ഒരു ഈവൻ പവർ വന്നു കഴിഞ്ഞാൽ അത് 1 ആയി പോകില്ല. അപ്പോൾ നമുക്കത് എഴുതണ്ട. ഇവിടെ നിന്ന് -1/m വാനിഷ് ചെയ്യണം, അല്ലെങ്കിൽ എറേസ് ചെയ്ത് കളയണം. അതിന് വേണ്ടി ചെയ്താൽ -1/2m പറഞ്ഞാൽ 1 ആയതുകൊണ്ട് അത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ 1 ആയിട്ടൊന്നും എഴുതിയിട്ടില്ല. ഇപ്പുറത്ത് -1/m വേണം, ഇതെനിക്ക് ആവശ്യമുണ്ട്. n⁻P-1/2 കോൺഗ്രുവൻ്റ് ടു -1/m മോഡ് P. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി 1 കൊടുത്തോണ്ടാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഇടാം. ഇനി ഓയിലേഴ്സ് ക്രൈറ്റീരിയൻ നമ്മൾ അവസാനിപ്പിക്കാൻ പോവാം. ഓയിലേഴ്സ് ക്രൈറ്റീരിയൻ പ്രകാരം ഓക്കെ, നമുക്ക് വേണ്ടത് -1/m ആണെന്നാ, ഓൾമോസ്റ്റ് അവിടെ എത്തി. ഓയിലേഴ്സ് ക്രൈറ്റീരിയൻ അനുസരിച്ചിട്ട് ലെജൻഡറി സിമ്പിൾ n/P ഈസ് കോൺഗ്രുവൻ്റ് ടു n⁻P-1/2 മോഡ് P. ആ n⁻P-1/2 കോൺഗ്രുവൻ്റ് ടു -1/m മോഡ് P എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൂടെ അല്ലേ? ഇതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? അപ്പോൾ എന്ത് വരും? ലെജൻഡറി സിമ്പിൾ n/P കോൺഗ്രുവൻ്റ് ടു -1/m മോഡ് P എന്ന് കിട്ടി. ഓക്കെ, ഫൈനൽ ആൻസർ ആയോ? ഇല്ല. നമ്മുടെ ഗോസ് ലെമ്മ പ്രകാരം കോൺഗ്രുവൻസ് അല്ല പറയുന്നത്, ഈക്വൽസ് ആണ് വേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ കോൺഗ്രുവൻസ് മാറ്റിയിട്ട് നമ്മൾ മുമ്പ് ചെയ്ത തിയറങ്ങളിലുള്ള പോലെ തന്നെ ഇത് ഈക്വൽ ആണെന്ന് മോഡ് P ഒഴിവാക്കിയിട്ട് ഈക്വൽ എന്ന് എഴുതാമെന്ന് കാണിക്കാം. അതിനുള്ള വഴി എന്താ, ഈ കോൺഗ്രുവൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് n/P -1/m ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് P അല്ലേ. ഈ നമ്പർ, ഈ ഡിഫറൻസ് ഒരു മൾട്ടിപ്പിൾ ഓഫ് P ആയിരിക്കണം. പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ n/Pക്ക് വരാവുന്ന വാല്യൂ +or-1 ആവും, ഒന്നുകിൽ 1 അല്ലെങ്കിൽ -1. കാരണം മൾട്ടിപ്പിൾ അല്ല, P-ൻ്റെ മൾട്ടിപ്പിൾ അല്ല നമ്മൾ തീരത്തിൻ്റെ ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ +1 അല്ലെങ്കിൽ -1 വരുള്ളൂ. അതുപോലെ -1/mൻ്റെ വാല്യൂ +1 or -1 വരുള്ളൂ. അപ്പോൾ ഈ ഡിഫറൻസിന് വരാവുന്ന പോസിബിലിറ്റീസ് ഒന്നുകിൽ 2 ഒന്നുകിൽ -2 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 0. ഇതന്നെ ഈ ഡിഫറൻസ് മൾട്ടിപ്പിൾ ഓഫ് Pയും കൂടെ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. P ഒരു ഓർഡർ പ്രൈം ആയതുകൊണ്ട് എന്തായാലും 2ന് 2 പറ്റില്ല, -2 പറ്റില്ല, 0 മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ഡിഫറൻസ് 2 -2 0 ആവാൻ പാടുള്ളൂ നമ്മൾ കൺക്ലൂഡ് ചെയ്തു. അതുപോലെ തന്നെ ആ ഡിഫറൻസ് Pൻ്റെ മൾട്ടിപ്പിളും കൂടെ ആവണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ഡിഫറൻസ് 0 ആവുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. സോ ആ ഡിഫറൻസ് മൾട്ടിപ്പിൾ ഓഫ് P ആയതുകൊണ്ട് നമുക്ക് =0 എന്ന് കൊടുക്കാം. വിച്ച് മീൻസ് n/P = -1/m.
വിച്ച് കംപ്ലീറ്റ്സ് ദ പ്രൂഫ്. കാരണം ഈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കംപ്ലീറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിനാലിറ്റി ഓഫ് ബി ആയിരുന്നു. ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞ സെറ്റ്. ഓക്കെ, അവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇനി ബി എന്ന് പറഞ്ഞ സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് എൻ വിച്ച് എക്സീഡ്സ് പി ബൈ 2. ഇതായിരുന്നു ഡെഫിനിഷൻ പ്രകാരം അല്ലെങ്കിൽ ഗോസ് ലെമ്മേൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം. എം ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ദീസ് റെസിഡ്യൂസ് വിച്ച് എക്സീഡ്സ് പി ബൈ 2. ഓക്കെ, ഗോസ് ലെമ്മ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം.